റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 3ാമത്തെ പാഠമാണ് നോക്കുന്നത്. 3ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? അൻത ഇബ്നുൻ എന്നാണ്. അൻത ഇബ്നുൻ. അൻത എന്നുള്ളത് നമ്മൾ നീ എന്ന് പറയാനാണ് ഉപയോഗിക്കുക. നീ, അതിനാണ് അൻത ഉപയോഗിക്കുക. ഇനി ഇബ്നുൻ എന്ന് പറഞ്ഞാലോ? ഇബ്നു പറഞ്ഞാൽ മകൻ എന്നാണ്, മകൻ. അപ്പോൾ അൻത ഇബ്നുൻ, നീ ഒരു മകനാണ് എന്നാണ് ഹെഡിങ്. ഇനി ഇവിടെ ആദ്യത്തെ ചിത്രം നോക്കൂ. എന്താണ് ചിത്രം? ഇതാ ഈ ബോക്സ്. ഈ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി ആൺകുട്ടിനോട്, ഒരു ആൺകുട്ടി ഉണ്ടല്ലേ, ഒരു മകനും ഒരു മകളും. ഈ മകനോട് എന്തോ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, പെൺകുട്ടി പറയാണ് അന ബിൻതുൻ. എന്താ? അന ബിൻതുൻ എന്നാണ് പെൺകുട്ടി പറയുന്നത്. അന ബിൻതുൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അയാം എന്ന് പറയില്ലേ, അയാം, ഞാൻ. ബിൻതുൻ, ബിൻതു എന്ന് പറഞ്ഞാൽ മകൾ എന്ന്, മകൾ അല്ലെങ്കിൽ പെൺകുട്ടി എന്നും പറയാം. ഇവിടെ അന ബിൻതുൻ, ഞാനൊരു മകളാണ്. മനസ്സിലായല്ലോ? ശരിയാണല്ലോ, ഒരു മകളാണിത്. ഇനി ഈ പെൺകുട്ടി ആൺകുട്ടിയോട്, ഈ മകള് ഈ മകനോട് എന്താണ് പറയുന്നത്? അൻത ഇബ്നുൻ. അൻത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ നീ. ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്, മകൻ. അപ്പോൾ അൻത ഇബ്നുൻ, നീ മകനാണ്. കറക്റ്റാണല്ലോ. കുട്ടി ആദ്യം പറയുന്നത് അന ബിൻതുൻ അല്ലേ, ഞാൻ മകളാണ്. അൻത ഇബ്നുൻ, നീ ആരാണ്? മകനാണ്. ഇനി താഴെ നോക്കൂ. താഴെ ഒരു ബോക്സ്, താഴെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു ആൺകുട്ടി ഒരു മകന് ഒരു മകളോട് പറയുന്നത്, നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. എന്താ പറയുന്നത്? അന ഇബ്നുൻ. അന നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ. ഇബ്നുൻ, ഒരു മകനാണ്. ഇബ്നു, മകൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാനൊരു മകനാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറയാണ് എന്താണ്? അൻതി. അൻതി എന്ന് പറഞ്ഞാലും നീ എന്നാണ്. നമ്മൾ നേരത്തെ അൻത എന്ന് പറഞ്ഞല്ലോ, അതും നീ എന്ന് തന്നെയാണ്. പക്ഷെ ഒരു ആൺകുട്ടിയോടാണ് പറയുന്നതെങ്കിൽ അൻത, ആണിനോടാണ് പറയുന്നതെങ്കിൽ അൻത, നമ്മളൊരു പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ അൻതി. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയോടാണല്ലോ ഈ കുട്ടി പറയുന്നത്, പെണ്ണിനോടാണ് പറയുന്നത്. അപ്പോൾ അൻതി എന്നാണ് ഉപയോഗിക്കുക. അൻതി. അൻതി ബിൻതുൻ, നീ ഒരു മകളാണ്, അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണ് എന്നും പറയാം. ഇനി നോക്കൂ, അടുത്ത ഒരു ചിത്രം നോക്കൂ. ഈ ചിത്രം, ഇവിടെ ഒരു ഉസ്താദുണ്ട്, പിന്നെ ഒരു മകൾ, ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇനി ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. എന്താ പറയുന്നത്? അന ഉസ്താദുൻ. ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്, ഞാനൊരു ഉസ്താദാണ്. ശരിയാണല്ലോ. എന്നിട്ട് ആൺകുട്ടീനെ ചൂണ്ടിയിട്ട് പറയാണ് എന്ത്? അൻത ഇബ്നുൻ. ആൺകുട്ടിയോട് പറയുമ്പോൾ അൻത ഇബ്നുൻ, നീ ഒരു മകനാണ്, നീ ഒരു ആൺകുട്ടിയാണ് എന്നും പറയാം. പെൺകുട്ടിനോട് പറയുന്നത് എന്താ? അൻതി ബിൻതുൻ. എന്താ പറയുന്നത്? അൻതി ബിൻതുൻ, നീ ഒരു മകളാണ്, അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്താ മനസ്സിലായത്? നമ്മൾ ഞാൻ എന്ന് പറയാൻ അന എന്നാണ് ഉപയോഗിക്കുക. ഞാൻ, ഞാൻ. അത് ഞാൻ എന്ന് പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഞാൻ എന്ന് പറയാൻ അറബിയിൽ അന എന്നാണ് ഉപയോഗിക്കുക. അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ അയാം എന്ന് പറയില്ലേ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ്? അയാം എന്നാണ് പറയുക. അതേപോലെ തന്നെ അറബിയിൽ ഞാൻ എന്ന് ആണ് പറയുകയാണെങ്കിലും പെണ്ണ് പറയുകയാണെങ്കിലും അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് വ്യത്യാസമുള്ളത്. അൻത
നമ്മൾ അൻത എന്ന് പറഞ്ഞാൽ നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ അൻത എന്ന് പറയുന്നത് ആണിനോടാണ് അൻത എന്ന് പറയേണ്ടത്. അൻത ആണിനോട് പറയുകയാണെങ്കിൽ അൻത. ഇനി പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ എന്താണ് പറയേണ്ടത്? അൻതി. അതിൻ്റെ അർത്ഥം നീ തന്നെയാണ്, പക്ഷേ പറയുന്നത് ഒരു പെണ്ണിനോടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.